ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മഷ്റൂമാണ് കേട്ടോ. ഇത് നമ്മുടെ നാടൻ റെസിപ്പിയല്ല, റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു കറിയാണ് കേട്ടോ. മഷ്റൂം കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പം ഇത് ഇൻസ്റ്റഗ്രാമിൽ കുറേ നാളായിട്ട് ഒരുപാട് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ട് കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഉണ്ടാക്കണമെന്ന്, പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള നേരം കിട്ടിയത് എന്ന് പറയാം. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ, അതേപോലെ ചപ്പാത്തിയുടെ കൂടെ, പിന്നെ ബ്രെഡ് ടോസ്റ്റിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ മഷ്റൂം എനിക്ക് ഫ്രഷ് ആയിട്ടുള്ളതല്ല കിട്ടിയത്, ടിന്നിനകത്തുള്ള ഇത് ഇങ്ങനെ ഉപ്പിട്ട് വരുന്ന ഒരു മഷ്റൂമാണ് കേട്ടോ. സാധാരണ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ ഫ്രഷായിട്ട് കിട്ടാത്തത്, പക്ഷേ ഫ്രഷാണ് നല്ലത്, പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ ഉപ്പുകളെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ 2 പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടറിലേക്ക് ഈ മഷ്റൂം ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ആദ്യം. ഇത് ഫ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നല്ല പൊട്ടലും ചീറ്റലൊക്കെ വരും കേട്ടോ. നന്നായിട്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അന്നേരം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പം മസാലപ്പൊടിയായിട്ട് ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ. ഇതൊരു ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ മസാലകൾ പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പം ക്യാപ്സിക്കം ഞാൻ ഒരു കൈപ്പിടി അളവിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ അഭിപ്രായം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവർ അതിനകത്ത് നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കറി ലാസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ അത് നന്നായിട്ട് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് 1 സ്പൂൺ കോൺഫ്ലോറിനകത്ത് അല്പം പാലും കൂടെ ചേർത്തിട്ട് മിക്സാക്കി അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് കോൺഫ്ലോറൊക്കെ ചേർക്കുന്നുണ്ട് പെട്ടെന്ന് കറി കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ഇത് ഒഴിവാക്കരുത് കേട്ടോ. മല്ലിയില ചേർക്കുമ്പം അതിൻ്റെ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റ് ഫ്ലേവറും കറിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഒരുപാട് മസാലകളൊന്നും വഴറ്റാതെ, ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കാതെ, അതേപോലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്, സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന കൂണിൻ്റെ അത്രയും ടേസ്റ്റ് ഇതേപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള വരുന്ന കൂണിന് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ കഴിവതും ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ നോക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം നമ്മുടെ മഷ്റൂമിനകത്ത് ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കറി കുറുകി വരുന്നതനുസരിച്ച് അല്പം ആയിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതേപോലെ ചെയ്ത് നോക്കുക. ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ബ്രെഡ് ടോസ്റ്റിൻ്റെ കൂടെ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു വരും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും, അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോലെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്